ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പ്രിയാസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ 8ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്ററായ അംശബന്ധം അല്ലെങ്കിൽ റേഷ്യോ എന്ന ചാപ്റ്ററിലെ കുറച്ച് ഭാഗമാണ് ഞാൻ എടുക്കുന്നത്. അതിനകത്ത് പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപേ ഞാൻ ഇൻട്രൊഡക്ഷനായിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും അതിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യുക. അപ്പോൾ എല്ലാവരും ഈ ഇൻട്രൊഡക്ഷൻ ഒന്ന് കാണുക. അത് കണ്ടെങ്കിൽ മാത്രമേ അതിന് അങ്ങോട്ടുള്ള പ്രോബ്ലംസ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാൻ എല്ലാവരെയും ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തണം. പിന്നെ മറക്കാതെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കെ, എല്ലാവരെയും ഒന്നുകൂടി ഞാൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഫസ്റ്റ് ഇങ്ങനെ ഒരു സൈഡ് ഹെഡിങ്ങോടെയാണ് തുടങ്ങുന്നത്. ഭാഗങ്ങളുടെ ബന്ധം അല്ലെങ്കിൽ റിലേഷൻ ബിറ്റ്വീൻ ദ പാർട്സ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണതെന്ന്. ഇവിടെ AB എന്ന് പറയുന്ന ഒരു ലൈൻ സെഗ്മെൻറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ AB എന്ന് പറയുന്ന ഒരു വര ഞാനിവിടെ വരച്ചിട്ടുണ്ട്. ആ വരയെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് അറിയോ? 5 തുല്യ ഭാഗങ്ങളാക്കി മാറ്റുന്ന വിധത്തിൽ ഇവിടെ ഇങ്ങനെ 5 കുത്തുകൾ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ P എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതായത് 1, 2, മൂന്നാമത്തെ ഭാഗത്താണ് P എന്ന് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾ നോക്കിയേ, ഇവിടെ AB എന്ന് പറയുന്ന വര അല്ലെങ്കിൽ AB എന്ന് പറയുന്ന ലൈൻ സെഗ്മെന്റ് ഇപ്പൊ 2 പാർട്ടാക്കി ഡിവൈഡ് ചെയ്തല്ലോ. ഏതൊക്കെയാണ്? ഫസ്റ്റ് പാർട്ട് ഈസ് AP ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് PB അല്ലേ? ആദ്യത്തെ ഭാഗം AP-യും രണ്ടാമത്തെ ഭാഗം PB-യും ആണ്. അപ്പൊ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും AP എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബിഗ് അല്ലെ, ഇത് മറ്റേത് സ്മോൾ ആണ്. ഇതിന് കുറച്ചുകൂടി നീളമുണ്ട്, ഇത് നീളം കുറവാണ്. അപ്പൊ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, AB എന്ന് പറയുന്ന ഈ ലൈൻ സെഗ്മെന്റ് അല്ലെങ്കിൽ വരയെ ഞാൻ 5 ഈക്വൽ പാർട്ടാക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ എത്ര പാർട്ട് കൺസിസ്റ്റ് ചെയ്തിട്ടാണ് AP അല്ലെങ്കിൽ എത്ര ഭാഗങ്ങൾ ചേർന്നാണ് AP എന്ന് പറയുന്നത്? അതായത് AP നമുക്ക് എന്ത് പറയാം? AP ഈസ് 5 അല്ലെ 3/5 ഓഫ് AB ആണെന്ന് നമുക്ക് പറയാൻ പറ്റും ഇല്ലേ? AB എന്ന് പറയുന്ന ഈ വലിയ വരയുടെ 5ൽ 3 ഭാഗം, 1, 2, 3 ഈ 3 ഭാഗങ്ങൾ ചേർന്നതാണല്ലോ AP എന്ന് പറയുന്നത്. അതുപോലെ PB-യെ നമുക്ക് എങ്ങനെ പറയാം? PB ഈസ് 2 out of 5 ഓഫ് AB ആണ് അല്ലെ? AB-യുടെ 5ൽ 2 ഭാഗമാണ് PB. ശരിക്കും ശ്രദ്ധിക്കുക, AB-യെ ബന്ധപ്പെടുത്തിയിട്ട് പറയുമ്പോൾ AB-യെ നമുക്ക് കറസ്പോണ്ട് ആയിട്ട് പറയുമ്പോൾ ഇപ്പം നമുക്ക് എന്ത് പറയാം? AB-യുടെ 5ൽ 3 ഭാഗമാണ് AP എന്ന് പറയാം. അതുപോലെ AB-യുടെ 5ൽ 2 ഭാഗമാണ് PB എന്നും പറയാം അല്ലേ? ഇനി നോക്ക്, ഇവിടെ നമ്മൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് AB-യെ അനുസരിച്ചാണ് നമ്മൾ ഈ 2 പാർട്ടിനെയും നമ്മൾ കമ്പയർ ചെയ്തത്. ഇനി AP അനുസരിച്ച് PB-യെ എങ്ങനെ പറയാം? PB അനുസരിച്ച് AP-യെ എങ്ങനെ പറയാം നോക്കാം. ഇവിടെ നോക്ക്, AP എന്ന് പറയുന്ന ഭാഗം മാത്രം നിങ്ങൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ 3 ഈക്വൽ പാർട്ടുകൾ ചേരുന്നതാണല്ലോ AP. ശരിക്കും മനസ്സിലാക്കുക, AP എന്ന് പറയുന്നത് ഇതുപോലുള്ള 3 ഭാഗങ്ങൾ ചേർന്നതാണ് AP. അങ്ങനെയാണെങ്കിൽ ഈ ചെറിയ ഭാഗം എന്ന് പറയുന്നത് AP-യുടെ 1/3 എന്നല്ലേ നമ്മൾ പറയാ? അതായത് AP-യെ 3 ആക്കി ഭാഗിച്ചിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഇതിന്റെ ടോട്ടൽ ലെങ്ത് ജസ്റ്റ് നിങ്ങൾ വിചാരിക്കുക, ഇത് 30 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കും. ഇവിടെ നിന്ന് ഇതുവരെ 30. ഇത് ഓരോന്നും 10, 10, 10 അങ്ങനെയുള്ള ഭാഗമാണെങ്കിൽ ഓരോന്നും 10 സെന്റിമീറ്റർ വരുന്ന ഓരോ ഭാഗമാക്കി തിരിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു ഭാഗത്തെ നമ്മൾ എന്താ പറയാ? 30ന്റെ 3/1 എന്നല്ലേ പറയാ 10-നെ അല്ലെ? അതായത് 1/3 ഓഫ് 30 എന്നല്ലേ പറയാം. അതുപോലെ ഇവിടെ AP-യുടെ 1/3 ആണ് എന്ത് പറയുന്നത്? ഈ സ്മോൾ പോർഷൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ സ്മോൾ പോർഷന്റെ അതായത് AP-യുടെ 1/3 ആണ് ഈ ചെറിയ ഭാഗം ആണല്ലോ. ഇതേ ലെങ്ത് തന്നെയല്ലേ ഈ ഭാഗത്തിനും? ആണല്ലോ. അപ്പൊ ഈ ലെങ്ത് ഈ ഭാഗത്തിൻ്റെതും കറക്റ്റ് ആണ്. പക്ഷെ PB-യെ നമുക്ക് ആസ്പദമാക്കിയിട്ട് നമുക്ക് അതിനെ എങ്ങനെ പറയാം? PB-യെ നമ്മൾ എത്ര ഭാഗമാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? 2 ആണല്ലോ. PB-യുടെ 2ൽ 1 ഭാഗമാണ് ഏതെന്ന് പറയുന്നത്? PB-യെ ആസ്പദമാക്കിയിട്ടാണെങ്കിൽ അതിന്റെ 2ൽ 1 ഇത്. ഇവിടെ ആണെങ്കിലോ AP-യുടെ 3ൽ 1 ഈ ഭാഗം ആണല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോട്ടൽ ലെങ്തിനെ നമുക്ക് എന്ത് പറയാം? അതായത് AP
എ പി എന്ന് പറയുന്നത് എത്ര പി ബികൾ ചേർന്നതാണ്. ഇത് പി ബി എന്ന് പറയുന്നതിന്റെ നോക്ക്, പി ബിയുടെ അരഭാഗം, പി ബിയുടെ ഈ ഒരു ചെറിയ പോർഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള 3 എണ്ണം ചേർന്നിട്ടാണ് എ പി ഉണ്ടാവുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, എ പി ഈസ് 3 ടൈംസ് ഓഫ്, അല്ലെ, 3 ടൈംസ് ഓഫ് എ പി ഈസ് 3 ടൈംസ് ഓഫ് പി ബി, അല്ലെങ്കിൽ എ പി ഈസ് 3 ടൈംസ് ഓഫ് ഹാഫ് ഓഫ് പി ബി, അല്ലെ, ഹാഫ് ഓഫ് പി ബി. അതായത് പി ബി എന്ന് പറയുന്ന ലൈനിന്റെ പകുതി എടുത്താൽ അതിന്റെ 1/2 കിട്ടും. ഇതുപോലുള്ള എത്ര ഭാഗങ്ങൾ ചേർന്നിട്ടാണ് എ പി ഉണ്ടാവുന്നത്? ഇതുപോലുള്ള 3 എണ്ണം ചേർന്നിട്ടാണല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു, എ പി ഈസ് 3 ടൈംസ് ഓഫ് ഹാഫ് ഓഫ് പി ബി എന്ന് പറയാം. അപ്പൊ നമ്മൾ അതിനെ എങ്ങനെ എഴുതും? അതായത് 3 ടൈംസ് ഓഫ് ഹാഫ് ഓഫ് പി ബി എന്ന് വെച്ചാൽ 3 × 1/2 ഓഫ് പി ബി എന്ന് നമുക്ക് എഴുതാലോ. ഓക്കെ, അപ്പൊ 3 × 1/2 എന്ന് വെച്ചാല് അതിന് അർത്ഥം എന്താ? ഈ ടൈംസിന് നമ്മൾ പൊതുവെ ഇംഗ്ലീഷിൽ ഇൻറ്റു ഇട്ടിട്ടായിരുന്നു, അല്ലെ. അതായത് 3 തവണ പി ബിയുടെ പകുതിയുടെ 3 തവണ, മലയാളത്തിലാണെങ്കിൽ 3 തവണ, അതായത് പി ബിയുടെ പകുതിയുടെ 3 തവണ ചേർന്ന, അല്ലെ 3 മടങ്ങ് ചേർന്നാണ് എ പി. അപ്പൊ 3 മടങ്ങ് പറയുമ്പോൾ നമ്മൾ മലയാളത്തിലാണെങ്കിൽ എന്ത് ചെയ്യും? അത് ഇൻറ്റു ചെയ്യും, അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് 3 × 1/2 എന്ന് പറഞ്ഞാൽ നമുക്ക് 3/2 എന്ന് എഴുതാം, അല്ലെ. 3നെ 1/2 കൊണ്ട് ഗുണിക്കുന്നത് എങ്ങനെ? 3 × 1 3, ഈ 2 അതുപോലെ എഴുതും. അപ്പോൾ 3/2 ഓഫ് പി ബി എന്ന് നമുക്ക് പറയാം. അപ്പൊ പി ബിയെ ആസ്പദമാക്കിയിട്ട് എ പിയെ നമ്മൾ എങ്ങനെ പറഞ്ഞു? എ പി ഈസ് ഈക്വൽ ടു 3/2 ഓഫ് പി ബി. അപ്പൊ നമുക്ക് അല്ലെങ്കിൽ എങ്ങനെ പറയാം? എ പി എന്ന് പറയുന്നത് പി ബിയുടെ 3/2 മടങ്ങ്, മലയാളത്തിലാണെങ്കിൽ പി ബിയുടെ 3/2 മടങ്ങാണ് ആരെന്ന് പറയാം? മടങ്ങാണ് എ പി. ഈ ഒരു ഇത്രയും ഭാഗം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. ഒന്നുകൂടെ റിപ്പീറ്റ് അടിച്ച് കണ്ടു നോക്കാം. ഇനി അടുത്ത നോക്കിയത്, ഇനി നമുക്ക് പി ബി എങ്ങനെ പറയാൻ നോക്കാം. പി ബി ആണ് അടുത്ത പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, പി ബി എന്താ നോക്കിയേ? പി ബി എന്ന് പറയുന്നത് ഇങ്ങനെ 2 ഭാഗങ്ങൾ ചേർന്നല്ലേ. ഈ പി ബിയുടെ ഇത്രയുള്ള പി ബിയുടെ പകുതി ഭാഗം എന്ന് പറയുന്നത്, പി ബിയെ 2 ഭാഗമാക്കിയിട്ടുണ്ട്. അതായത് പി ബിയുടെ പകുതി ഭാഗം ആർക്ക് തുല്യാണ്? എ പിയുടെ 1/3 തുല്യമല്ലേ? ആണല്ലോ, ശ്രദ്ധിക്കുക. അപ്പൊ പി ബി എന്ന് പറയുന്നത്, പി ബി ഈസ്, നമുക്ക് എന്ത് പറയാം? അങ്ങനെയുള്ള ഈ 1/3 ഇത് ഒരു, അതായത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ 1/3 എത്ര എണ്ണം ചേർന്നാലാ പി ബി കിട്ടുക? 2 എണ്ണം വേണ്ടേ? ഇങ്ങനെ ഒരു 1/3, ഇങ്ങനെ ഒരു 1/3. അപ്പൊ 2 1/3 ചേർന്നാലാണ് എന്ത് വരുന്നത്? പി ബി ആവുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, പി ബി ഈസ് 2 ടൈംസ് ഓഫ് എ പി എന്ന് പറഞ്ഞൂടെ? 2 ടൈംസ് ഓഫ് 1/3 ഓഫ് എ പി. എ പിയുടെ 1/3 2 എ പിയുടെ 1/3 2 ചേർന്നാണ് ആര്? പി ബി. അങ്ങനെയല്ലേ നമ്മൾ പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിന് ഇങ്ങനെ എഴുതിക്കൂടെ? അതായത് 2 ടൈംസ് എന്ന് പറയുമ്പോൾ അതിന് 2 ഇൻറ്റു എന്ന് വരും, അല്ലെ. ടൈംസിന് നമ്മൾ ഈ മലയാളത്തിലെ 2 മടങ്ങെന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 2 കൊണ്ട് ഇൻറ്റു ചെയ്യും. ഇൻറ്റു 1/3 ഓഫ് എ പി എന്ന് വരും. അപ്പൊ നോക്ക്, അപ്പം പി ബി ഈസ് ഈക്വൽ ടു, പി ബിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2 × 1/3. ഇത് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാലോ. 2നെ 1 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പൊ 2 വരും. 2 × 1 2, ആ 3 അതുപോലെ എഴുതും, അല്ലെ. 2/3 ഓഫ് എ പി എന്ന് വരും. ഓക്കെ, അപ്പൊ ഇതിന് നമ്മൾ അല്ലാതെ നമ്മൾ എങ്ങനെ പറയാം? 2/3 ഓഫ് എ പി എന്ന് വെച്ചാൽ എ പിയുടെ 2/3 മടങ്ങാണ് പി ബി. ഓക്കെ, എ പിയുടെ 2/3 മടങ്ങാണ് 2/3 മടങ്ങാണ് പി ബി. അപ്പൊ ഇങ്ങനെയുള്ള 2 കാര്യങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റ് ഇങ്ങനെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഭാഗം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്. അതായത് ഈ എ ബി എന്ന് പറയുന്ന വലിയ ലൈൻ സെഗ്മെന്റ് അനുസരിച്ച് എ പി എ എങ്ങനെ പറയാം, പി ബി എങ്ങനെ പറയാം എന്നാണ് ഈ പറയുന്നത്. ഇനി എ പി എന്ന് പറയുന്ന ലൈൻ സെഗ്മെന്റിനെ പി ബി ഉപയോഗിച്ച് എങ്ങനെ പറയാം, അതാണ് ഇവിടെ നമ്മൾ ചെയ്തത്.
അതുപോലെ PBയെ AP ഉപയോഗിച്ച് എങ്ങനെ പറയാം, അതാണ് ഇവിടെ ചെയ്തത്. ഓക്കെ, അപ്പം ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി റിപ്പീറ്റ് അടിച്ച് കാണുക. ഇനി ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ടെക്സ്റ്റ് ബുക്കിലെ പ്രവർത്തനങ്ങളാണ്. നമുക്ക് പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ചെറിയൊരു കാര്യം കൂടി പറയാനുണ്ട്. അതുകൂടി പറഞ്ഞ ശേഷം നമുക്ക് പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. നോക്കൂ, ഇപ്പൊ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ഇപ്പൊ AB എന്ന് പറയുന്ന ഒരു ലൈൻ സെഗ്മെന്റിന്റെ എടുത്തായിരുന്നു നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങിയത് അല്ലെ. ഇവിടെയാണ് ഞാൻ P മാർക്ക് ചെയ്തത്. ഇവിടെ 1 2 ഇങ്ങനെ 3 ഭാഗമാക്കി. ഇവിടെ APയും PBയും തമ്മിലുള്ള റേഷ്യോ എത്രയാണ്, അല്ലെങ്കിൽ അംശബന്ധം എത്രയാ? AP/PB എന്ന് പറയുന്നത് നമുക്ക് എത്രയാണെന്ന് പറയാം? AP എന്ന് പറയുന്നത് 3 ഈക്വൽ പാർട്ട് കണ്ടെയ്ൻ ചെയ്യുന്നതാണ് അല്ലെ. അതുപോലെ PB ആണെങ്കിലോ 2 എണ്ണം ഉള്ളതാണ്. അപ്പോൾ APയും PBയും തമ്മിലുള്ള റേഷ്യോ അല്ലെങ്കിൽ അംശബന്ധം 3:2 എന്ന് പറയാലോ. ഇനി നിങ്ങൾ ഒരു കാര്യം നോക്കും, ഇതിന്റെ ടോട്ടൽ ലെങ്ത് 50 സെന്റിമീറ്റർ ആണെന്ന് കരുതുക. 50 സെന്റിമീറ്റർ ആണെങ്കിൽ APയുടെ ലെങ്ത് എത്രയായിരിക്കും? APയുടെ ലെങ്ത് എന്ന് പറയുന്നത് നമുക്കറിയാം, അതായത് ഇങ്ങനെയുള്ള 5 ഈക്വൽ പാർട്ടുകൾ ചേർന്നതാണല്ലോ AB എന്ന് പറയുന്നത്. അപ്പൊ AB എന്ന് പറയുന്നത്, ABയുടെ ടോട്ടൽ ലെങ്ത് 50 ആണെങ്കിൽ AP എന്ന് പറയുന്നത് എത്രയായിരിക്കും? AP is equal to, അതായത് 50ന്റെ എത്ര ഭാഗം, 50നെ എത്ര ഭാഗങ്ങളാ ശരിക്കും ആക്കിയത്? ഈക്വൽ ആയിട്ടുള്ള 5 ഭാഗമാക്കി. അതിൽ 3 ഭാഗമാണ് AP എന്ന് പറയുന്നത് അല്ലെ. 50 × 3/5 എന്ന് എഴുതാലോ. അപ്പൊ 50 × 3/5, 50 5 10 ടൈംസ് പോകും. അപ്പൊ 10 × 3 30. അപ്പൊ 30 സെന്റിമീറ്റർ ആണ് എന്തെന്ന് പറയുന്നത് APയുടെ ലെങ്ത്. ഇനി PB is equal to എന്താ വരിക? 50 × അതായത് 50യെ 5 ഈക്വൽ പാർട്ട് ആക്കിയതിൽ 2 പാർട്സ് ആണ് ആർക്ക് കൊടുത്തത്? PBക്ക് ഉള്ളത്. അപ്പൊ 50യിൽ 5 10 ടൈംസ് പോകും. 10 × 2 is equal to 20 സെന്റിമീറ്റർ. അപ്പൊ ഇതാണ് PBയുടെ ലെങ്ത് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്തത് എന്താണ്? ഇവിടെ ഭിന്നസംഖ്യ രൂപം എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഇതിന്റെ ആക്ച്വൽ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്തത്. ഈ ഭിന്നസംഖ്യകൾ എടുക്കാതെ, അതായത് 5ൽ 3 5ൽ 2 ഇങ്ങനെ എടുക്കാതെയും നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാം. എങ്ങനെയാണെന്ന് നോക്ക്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും, ഈ ഓരോ ഭാഗത്തിന്റെയും നീളം എക്സാമ്പിൾ വെച്ചിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് കറക്റ്റാക്കി മനസ്സിലാക്കി തരാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. ഇവിടെ APയും PBയും തമ്മിലുള്ള റേഷ്യോ 3:2 എന്ന് പറയുന്നതാണല്ലോ. അപ്പൊ ആക്ച്വലി നമുക്ക് മനസ്സിലായി APയുടെ ലെങ്ത് 30 ആണ്, PBയുടെ ലെങ്ത് 20 ആണ്. നമുക്ക് കറക്റ്റ് മനസ്സിലായി. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഈ 3 എന്ന് പറയുന്ന നമ്പറിന്റെ കൂടെ ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് 30 കിട്ടിയത്? 3യുടെ കൂടെ 10 മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് 30 ആയത്. ഇൻ ദ സെയിം വേ 20 എങ്ങനെ കിട്ടി? 2 × 10, 2ന്റെ കൂടെ 10 മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 20 കിട്ടി. അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ ഈ 10 എന്ന് പറയുന്ന നമ്പറിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് 10 എന്ന് പറയുന്നത്? 10 ആണ് എന്തെന്ന് പറയുന്നത്, ഈ ഈക്വൽ പാർട്ടാക്കി നമ്മൾ ഡിവൈഡ് ചെയ്തെന്ന് പറയില്ലേ, ആ ഡിവൈഡ് ചെയ്തതിൽ ഒരു ഭാഗമാണ് 10 സെന്റിമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, 50 സെന്റിമീറ്റർ നീളമുള്ള ലൈൻ സെഗ്മെന്റിനെ 10 സെന്റിമീറ്റർ പിന്നെ ഓരോ ഭാഗമാക്കിയിട്ട് അങ്ങനെ 5 ഭാഗമാക്കി ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ലൈൻ സെഗ്മെന്റിനെ മാറ്റിയത്. അപ്പൊ ആ 10 ആണ് ഈ ചെറിയൊരു ഭാഗത്തിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. ആക്ച്വലി ഈ 10 എന്ന് പറയുന്ന നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഇതിന്റെ ആക്ച്വൽ ലെങ്ത് നമുക്ക് കിട്ടുന്നത് അല്ലേ. അതായത് APയുടെയും PBയുടെയും ആക്ച്വൽ ലെങ്ത് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്തു? 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ഇങ്ങനെ കോമൺ ജനറൽ ആയിട്ട് നമുക്ക് എന്ത് പറയാം? ഇപ്പോൾ 2 അളവുകൾ തമ്മിലുള്ള റേഷ്യോ, അത് എന്തോ ആവട്ടെ, ലൈൻ സെഗ്മെന്റിൽ ലെങ്ത് ആവാം, ഏരിയ ആവാം, അതുപോലെ പെരിമീറ്റർ ആകാം, അതായത് വിസ്തീർണം, പരപ്പളവോ ചുറ്റളവോ എന്തോ ആവട്ടെ, 2 അളവുകൾ തമ്മിലുള്ള അംശബന്ധം ആണ് A:B എങ്കിൽ യഥാർത്ഥത്തിൽ ആ അളവുകൾ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? ഈ എയുടെയും ബിയുടെയും കൂടെ എക്സ് എന്ന് പറയുന്ന ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എക്സ് എന്ന് പറയുന്ന ഒരു സംഖ്യ എടുത്ത് അതിനെ ഗുണിച്ചു കഴിഞ്ഞാൽ അതിന്റെ യഥാർത്ഥ അളവുകൾ കിട്ടും. ഓക്കെ, ഈ അംശബന്ധം എന്ന് പറയുന്നത് ആ അളവുകളെ ചുരുക്കി കിട്ടുന്നതാണ്. അതായത് ഏതോ ഒരു പൊതുസംഖ്യ കൊണ്ട് ഹരിച്ചിട്ടാണ് നമ്മൾ ഈ ചെറിയതിലേക്ക് മാറ്റുന്നത്. ആ ചെറുതിൽ നിന്ന് വലിയ അളവ് കിട്ടുക എന്ത് നമ്മൾ ചെയ്യണം? ആ ഏത് സംഖ്യ കൊണ്ടാണോ ഹരിച്ചത് ആ സംഖ്യ കൊണ്ട് ഇതിനെ ഗുണിക്കണം. അപ്പോൾ AX BX എന്ന് കിട്ടും. മനസ്സിലായോ?
അപ്പോൾ ഈ ഒരു കാര്യം കൂടി ടെക്സ്റ്റ് ബുക്ക് പറയും. ടെക്സ്റ്റ് ബുക്കിലെ സെന്റൻസ് ഇങ്ങനെയാണ്: രണ്ടളവുകൾ തമ്മിലുള്ള അംശബന്ധം A:B ആണെങ്കിൽ ആദ്യത്തെ അളവ് AXഉം രണ്ടാമത്തെ അളവ് BX. അതായത് എനെ എക്സ് കൊണ്ട് ഗുണിച്ചാൽ AX ആകും, ബിയെ എക്സ് കൊണ്ട് ഗുണിച്ചാൽ BX. അപ്പൊ രണ്ടളവുകൾ തമ്മിലുള്ള അംശബന്ധം A:B ആണെങ്കിൽ X എന്ന് പറയുന്ന ഒരു സംഖ്യ ഉണ്ടാകും. ആ സംഖ്യ A കൊണ്ടും B കൊണ്ടും ഗുണിച്ചാൽ യഥാർത്ഥ അളവുകൾ കിട്ടും എന്ന് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ബോക്സിൽ തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകം എടുത്ത് പറഞ്ഞത്. ഇനി നമുക്ക് പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. നോക്കൂ, പേജ് നമ്പർ 138. പേജ് നമ്പർ 138 ഒന്നാമത്തെ കണക്കാണ് ഇത്. 138 പേജ് നമ്പർ. ഓക്കെ, നോക്ക്, ഒരു സമബഹുഭുജത്തിന്റെ അകക്കോണിന്റെയും പുറംകോണിന്റെയും അളവുകൾ തമ്മിലുള്ള അംശബന്ധം 7:2 ആണ്. ഓരോ കോണും എത്ര? ഈ ബഹുഭുജത്തിന് എത്ര വശങ്ങളുണ്ട്? അതായത് ഒരു പോളിഗൺ, ഏത് പോളിഗൺ ആണെന്ന് നമുക്കറിയില്ല. ആ പോളിഗണിന്റെ ഇന്റീരിയർ ആംഗിളും എക്സ്റ്റീരിയർ ആംഗിളും തമ്മിലുള്ള റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട് 7:2. അങ്ങനെയാണെങ്കിൽ ഓരോ കോണും എത്ര എന്നാണ് ചോദിക്കുന്നത്. അതായത് ഇന്റീരിയർ ആംഗിൾ എത്ര, എക്സ്റ്റീരിയർ ആംഗിൾ എത്ര, പിന്നെ അത് ഏത് പോളിഗൺ ആണ്, അതിന് എത്ര സൈഡ് ഉണ്ട്, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നോക്ക്, ഏതൊരു പോളിഗൺ ആണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു ബഹുഭുജമാണെങ്കിലും, ഇത് ഏതോ ഒരു സമബഹുഭുജം, എല്ലാ വശങ്ങളും തുല്യമായ ഏതോ ഒരു ബഹുഭുജത്തിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഏതൊരു ബഹുഭുജം എടുത്തു കഴിഞ്ഞാലും അതിന്റെ അകക്കോണും പുറംകോണും തമ്മിലുള്ള ഒരു ബന്ധമുണ്ട്. നമുക്ക് നോക്കാം. ജസ്റ്റ് ഞാനൊരു സമഭുജ ത്രികോണം എടുക്കുന്നു. ഈ സമഭുജ ത്രികോണം നമുക്കറിയാം. സമഭുജ ത്രികോണത്തിന്റെ ഉള്ളിലുള്ള കോണുകളുടെ ഒക്കെ അളവുകൾ എത്ര ഡിഗ്രി വീതമാണ്? 60 ആണല്ലോ. എല്ലാ കോണുകളും തുല്യമായിരിക്കുമല്ലോ സമഭുജ ത്രികോണത്തിന്റെ. അപ്പൊ ഇതിന്റെ ഒരു വശം ഞാൻ ഇങ്ങോട്ട് നീട്ടുന്നു, ഇതിങ്ങനെ നീട്ടുന്നു, ഇതിങ്ങനെ നീട്ടുന്നു. അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ഇവിടെയൊക്കെ ബാഹ്യകോണുകൾ ഉണ്ടായിട്ടുണ്ടല്ലോ, അല്ലെ? പുറം കോൺ ഉണ്ടായിട്ടുണ്ടല്ലോ. അകക്കോണും പിന്നെ പുറം കോണും. അങ്ങനെ നിങ്ങളുടെ ടെക്സ്റ്റ് പണ്ട് നമ്മൾ അന്തർകോണും ബാഹ്യകോണാണ് പഠിച്ചത്. ഇത് അകക്കോണും പുറം കോണുമാണ് നമുക്ക് അറിയാം, അല്ലെ? നമുക്കറിയാം ഒരു സമഭുജ ത്രികോണത്തിന്റെ ഓരോ കോണും 60 ഡിഗ്രി വീതമാണല്ലോ, അല്ലെ? ഇത് 60 ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു കാര്യം ഓർക്കുക, ഏതൊരു ബഹുഭുജം ആവട്ടെ, ത്രികോണമാവട്ടെ, അല്ലെ സമചതുരാവട്ടെ, സമപഞ്ചഭുജമാവട്ടെ, ഞാനിവിടെ ത്രികോണം എക്സാമ്പിൾ ആയിട്ട് എടുത്തു എന്ന് മാത്രം, ഏത് ബഹുഭുജം ആണെങ്കിലും അതിന്റെ അകക്കോണും പുറംകോണും തമ്മിൽ എപ്പോഴും അത് ഉണ്ടാക്കുന്ന കോണളവ് 180 ഡിഗ്രി ആണ്. അല്ലെങ്കിൽ അവ രേഖീയ ജോഡികളാണെന്ന് പറയാം. രേഖീയ ജോഡി പറഞ്ഞാൽ എന്താ? അകക്കോണും പുറംകോണും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന കോണളവ് എത്രയാ? 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അകക്കോണും പുറംകോണിന്റെയും അളവുകളുടെ തുക എത്രയാണ്? 180. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, അകക്കോണും പുറംകോണും രേഖീയ ജോഡികളാണ്. എന്ന് വെച്ചാൽ എന്താ? ഒരു രേഖയിലെ ഒരു രേഖ ഇവിടെ മറ്റൊരു രേഖ ഖണ്ഡിക്കുമ്പോൾ ഉണ്ടാകുന്ന രണ്ട് കോണുകൾക്കാണ് രേഖീയ ജോഡി. അങ്ങനെ ഉണ്ടാകുന്ന രേഖീയ ജോഡി എപ്പോഴും അതിന്റെ കോണുകളുടെ തുക എത്രയാണ്? 180 ഡിഗ്രി ആണല്ലോ. അപ്പൊ ആ കാര്യം എപ്പോഴും മൈൻഡിൽ വേണം. ഇവിടെ ഏതും ആവട്ടെ, ഞാനിവിടെ ത്രികോണം എടുത്തു എന്നേ ഉള്ളൂ. ഇനി നിങ്ങൾ ഏത് ബഹുഭുജം എടുത്തു കഴിഞ്ഞാലും അവിടെ രണ്ട് കോണുകളുടെ തുക എത്ര ഡിഗ്രി ആയിരിക്കും? 180. ഓക്കെ, നമുക്ക് പിന്നെ നോക്കാം. ഇവിടെ അകക്കോണിന്റെയും പുറംകോണിന്റെയും അളവുകൾ തമ്മിലുള്ള റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണല്ലേ? അംശബന്ധം 7:2 എന്നല്ലേ തന്നത്. അപ്പം ഇതിന് രണ്ട് രീതിയിൽ ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം. 7:2 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആദ്യം അകക്കോണിന്റെ അളവ് കണ്ടുപിടിക്കാം, അല്ലെ? അകക്കോൺ എത്രയാണെന്ന് നോക്കാം. അകക്കോൺ സമം, അതായത് 180 ഡിഗ്രിയിൽ ഈ രണ്ട് കോണും ആകെ തുക 180 ആണ്. ആ 180നെ എന്ത് ചെയ്തിട്ടുണ്ട് നോക്കിയട്ടെ? 180നെ ആദ്യം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ 9 തുല്യ ഭാഗമാക്കി. എങ്ങനെ 9 കിട്ടി? ഈ അംശബന്ധത്തിലെ സംഖ്യകൾ തമ്മിൽ കൂട്ടി, 7ഉം 2ഉം കൂടി കൂട്ടിയാൽ അത്ര 9. ആ 9 ഭാഗമാക്കിയിട്ട് 7 ഭാഗം ആർക്ക് കൊടുത്തു? അകക്കോണിന് കൊടുത്തു. ഓക്കെ, ബാക്കി 2 ഭാഗം ആർക്ക് കൊടുത്തു? പുറംകോണിനും കൊടുത്തു. അങ്ങനെയാണ് ഈ റേഷ്യോ 7:2 എന്ന് എഴുതിയിട്ടുള്ളത്. അപ്പൊ 180 ഇൻറ്റു നമുക്ക് ഇതിനെ 9നെ 180 കൊണ്ട് ചുരുക്കാലോ. നമുക്കറിയാം 18ന് 9 എത്ര തവണ പോകും? 2 പ്രാവശ്യം പോകും. 0ന് 9 പോകുമോ? ഇല്ല. അപ്പൊ 0 അതുപോലെ എടുത്ത് എഴുതണം. അപ്പൊ 20 ഗുണിക്കണം 7 എത്രയാ? 140 ഡിഗ്രി. അപ്പൊ ഇവിടുത്തെ അകക്കോണിന്റെ അളവ് നമുക്ക് കിട്ടി 140 ആണ്. ഇനി പുറംകോൺ എത്രയായിരിക്കും? പുറംകോൺ വേണമെങ്കിൽ നിങ്ങൾക്ക് 180ൽ നിന്ന് 140 കുറച്ചിട്ടും എഴുതാം. അല്ലാതെ നമുക്ക് എങ്ങനെ എഴുതാം? 180 ഇൻറ്റു, അതായത് 9ൽ 2 ഭാഗമാണ് അകക്കോണിന്, അല്ലെ?
ഇവിടെ അതേപോലെ തന്നെ കട്ട് ചെയ്താൽ 180 9 20 പ്രാവശ്യം പോകും. 20 × 2 എത്രയാ? 40. ഇനി നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും എന്തിന് ഇത്ര ചെയ്യുന്നത്, 150 140 കുറച്ചാൽ പോരെയെന്ന്. മതി, അങ്ങനെയായാലും ചെയ്താൽ മതി. ഏതായാലും ഞാൻ 2 രീതിയും കാണിച്ചു തന്നു മാത്രം. അപ്പം 140 ഡിഗ്രി അകക്കോണും പുറം കോണ് 40 ഡിഗ്രി. ഓക്കെ, അപ്പൊ ഈ 2 കോണളവും കണ്ടുപിടിക്കാനല്ലേ ആദ്യത്തെ ചോദ്യം. അത് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി നോക്ക്, ഈ ബഹുഭുജത്തിന് എത്ര വശങ്ങൾ ഉണ്ടെന്ന് നോക്കാം. നിങ്ങൾ ഒരു കാര്യം കൂടി പഠിച്ചിട്ടുണ്ട്. ഏതൊരു ബഹുഭുജം എടുത്താലും അതിന്റെ പുറം കോണുകൾ എപ്പം കൂട്ടിക്കഴിഞ്ഞാൽ എത്ര ഡിഗ്രിയേ കിട്ടുള്ളൂ? 360. ഏത് ബഹുഭുജായാലും, ത്രികോണമാവട്ടെ, സമചതുരാവട്ടെ, സമപഞ്ചഭുജമാവട്ടെ, സമഷഡ്ഭുജമാവട്ടെ, ഏതായാലും ബാഹ്യകോണുകളുടെ തുക എപ്പോഴും എത്ര ഡിഗ്രി ആയിരിക്കും? 360 ആയിരിക്കും. അപ്പൊ നമുക്ക് എന്താ വേണ്ടത്? അതിന്റെ വശങ്ങളുടെ എണ്ണാണ് വേണ്ടത്. അപ്പൊ നിങ്ങൾ പഠിക്കുന്നുണ്ട്, വശങ്ങളുടെ എണ്ണം കാണാൻ എന്ത് ചെയ്താൽ മതി? ഈ പുറംകോണുകളുടെ ആകെ തുക ഞാൻ പറഞ്ഞു 360 ഡിഗ്രി മാത്രമേ വരുള്ളൂ. 360-നെ ഞാൻ എന്ത് ചെയ്യുന്നറിയോ? ഇവിടെ ഒരു പുറംകോണിന്റെ അളവ് കൊണ്ട് ഞാൻ ഇതിനെ ഹരിക്കുന്നു. ഓക്കെ, 360-നെ ഈ 40 ഡിഗ്രി കൊണ്ട് ഞാൻ ഹരിക്കുന്നു. 360-നെ 40 കൊണ്ട് ഹരിച്ചാൽ എത്ര വരും? അതായത് ഇവിടെ 0 0 വെട്ടിപ്പോകും. 36-നെ 4 കൊണ്ട് ഹരിച്ചാൽ എത്ര വരും? 9 4 36 അല്ലേ? വശങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 9 വരിക. ഓക്കെ, അതായത് ഇവിടെ പുറംകോണുകളുടെ ആകെ തുകയെ ഞാൻ ഒരു പുറംകോണിന്റെ അളവ് കൊണ്ടാണ് ഹരിച്ചത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? വശങ്ങളുടെ എണ്ണം കിട്ടി. അപ്പൊ നമുക്ക് എന്ത് പറയാം? 9 വശങ്ങളുള്ള ബഹുഭുജത്തെ കുറിച്ചാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നവബഹുഭുജം അല്ലെ, അങ്ങനെ വരും. അപ്പോൾ ഈ പ്രോബ്ലം എല്ലാവർക്കും മനസ്സിലായെന്ന് അറിയില്ല. മനസ്സിലാവാത്തവർ എന്ത് ചെയ്യുക? ഒന്നുകൂടി ഇത് റിപ്പീറ്റ് അടിച്ച് കാണുക. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. ഒരു ക്ലാസ്സിലെ പെൺകുട്ടികളുടെ ആൺകുട്ടികളുടെ എണ്ണത്തിന്റെ അംശബന്ധം 7:5 ആണ്. ആൺകുട്ടികളുടെ എണ്ണത്തേക്കാൾ 8 കൂടുതലാണ് പെൺകുട്ടികൾ എങ്കിൽ ക്ലാസ്സിൽ എത്ര ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്? നോക്ക്, ഇവിടെ അംശബന്ധം തന്നത് നോക്കി 7:5 ആണ് അല്ലേ? പെൺകുട്ടികളും ആൺകുട്ടികളും തമ്മിലുള്ള അംശബന്ധം 7:5. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ആൺകുട്ടികളാണോ പെൺകുട്ടികളാണോ കൂടുതൽ? നോക്കുക, ഈ അംശബന്ധത്തിൽ തരുന്ന ഫസ്റ്റ് പെണ്ണല്ലേ തന്നത്? പെൺകുട്ടികളുടെ എണ്ണമാണ് 7, ആൺകുട്ടി സൂചിപ്പിക്കുന്നതാണ് 7 എന്ന് പറയുന്ന നമ്പർ, ആൺകുട്ടികളുടെ 5. ആക്ച്വലി അതിന്റെ എണ്ണമല്ല. അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് ഏതാണ്? പെൺകുട്ടികളാണ് ആ ക്ലാസ്സിൽ കൂടുതൽ. എത്ര കൂടുതൽ തന്നിട്ടുണ്ട്? 8 കൂടുതലാണെന്നും തന്നിട്ടുണ്ട്. ഈ കണക്ക് നമുക്ക് എന്ത് ചെയ്യാന്നറിയോ? എക്സ് ഉപയോഗിച്ച് ചെയ്യാം. നേരത്തെ ഞാൻ ഭിന്നസംഖ്യ രീതിയിലാണ് ചെയ്തത്. ഇതിനെ മറ്റൊരു രീതിയിൽ ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കാം. അതായത് യഥാർത്ഥത്തിലുള്ള പെൺകുട്ടികളുടെ എണ്ണം നമുക്കിങ്ങനെ എഴുതാം. പെൺകുട്ടികളുടെ എണ്ണം അത് നമുക്ക് തന്നിട്ടില്ല. പക്ഷേ ആ എണ്ണത്തെ ഞാൻ എങ്ങനെ എഴുതുന്നു? ഇവിടെ അംശബന്ധം 7:5 ആണെങ്കിൽ ഞാൻ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ അംശബന്ധത്തിലെ 2 സംഖ്യകളെയും എക്സ് എന്ന് പറഞ്ഞൊരു സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ യഥാർത്ഥ എണ്ണം നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ പെൺകുട്ടികളുടെ എണ്ണത്തെ ഞാൻ 7x എന്നെടുക്കുന്നു, ആൺകുട്ടികളുടെ എണ്ണത്തിനെ ഞാൻ 5x എന്നും എടുക്കുന്നു. ഓക്കെ, 5x. ഇനി നോക്കൂ, പെൺകുട്ടികളുടെ എണ്ണവും ആൺകുട്ടികളുടെ എണ്ണവും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് തന്നിട്ടുണ്ട് 8 എന്ന്. അതായത് ഇവരെക്കാൾ 8 പേർ കൂടുതലാണ് പെൺകുട്ടികൾ. അപ്പൊ അതിന്റെ വ്യത്യാസം ആയിരിക്കും 8 എന്ന് പറയുന്നത്. അപ്പൊ നോക്കൂ, വ്യത്യാസം എത്രയാണ്? ആൺകുട്ടികളുടെ എണ്ണം പെൺകുട്ടികളുടെ എണ്ണത്തിന്റെ വ്യത്യാസമാണ് 8 എന്ന് വെച്ചാൽ 7x-ഉം 5x-ഉം തമ്മിലുള്ള വ്യത്യാസമാണ് 8. 7x കുറക്കണം 5x എത്രയാണ്? 2x ആണല്ലോ. 2x സമം 8 എന്ന് വരും. അപ്പൊ x സമം എന്താ വരുന്നത് നോക്കിയേ? അതായത് ഈ 2x വെച്ചാൽ 2 × x ആണ്. ഈ ഇൻറ്റു 2 സമത്തിന് ഇപ്പുറം പോകുമ്പോൾ എന്താകും? /2 ആവുമല്ലോ. 8/2 എത്രയാണ്? 4 എന്ന് വരും. അപ്പൊ ഇവിടെ x ആണ് 4 നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ x കിട്ടിക്കഴിഞ്ഞാൽ ഇവരുടെ എണ്ണം കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? എന്താ വരും? അതായത് പെൺകുട്ടികളുടെ എണ്ണം ഞാൻ ഷോർട്ടാക്കിയിട്ടാണ് എഴുതുന്നത്. പെൺകുട്ടികളുടെ എണ്ണം യഥാർത്ഥ എണ്ണമാണ്. പെൺകുട്ടികളുടെ യഥാർത്ഥ എണ്ണം എത്രയാ? 7x എന്നല്ലേ നമ്മൾ ആദ്യം എഴുതുന്നത്. x എത്രയാന്ന് അറിഞ്ഞിട്ടില്ലായിരുന്നു. x ഇവിടെ കിട്ടി എത്രയാ? 4 ആണ്. അപ്പൊ ഈ x-ന് പകരം 4 കൊടുത്താൽ 7 × 4 എന്ന് വരും. 7 4 എത്രയാ? 28 എന്ന് വരും. ഇനി അടുത്തത് ആൺകുട്ടികളുടെ എണ്ണാണെങ്കിലോ, ആൺകുട്ടികളുടെ എണ്ണം
എത്ര വരുന്നത്? ആൺകുട്ടികളുടെ എണ്ണത്തെ നമ്മൾ 5x ആയിട്ടായിരുന്നു എടുത്തത്. അപ്പം എന്ത് വരും? 5 ഇൻറ്റു എക്സ് എന്ന് വെച്ചാൽ 5 ഇൻറ്റു 4 എത്ര വരും? 20. അപ്പൊ നോക്കിയേ, പെൺകുട്ടികളുടെ എണ്ണം 28 എന്നും കിട്ടി, ആൺകുട്ടികളുടെ എണ്ണം 20 എന്നും കിട്ടി. നോക്കിയേ, നിങ്ങൾ നേരത്തെ പറഞ്ഞത് എന്തായിരുന്നു? 8 കൂടുതൽ എന്നല്ലേ പറഞ്ഞത്? ആൺകുട്ടികളെക്കാൾ 8 പേർ കൂടുതലുണ്ട്. കറക്റ്റ് അല്ലേ? ആൺകുട്ടികൾ 20ഉം പെൺകുട്ടികൾ 28ഉം. ഓക്കെ, അപ്പൊ എക്സ് വെച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ ഈ കണക്ക് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത കണക്കിലേക്ക് കടക്കാം, മൂന്നാമത്തേത്. ഇനി മൂന്നാമത്തെ പ്രവർത്തനം നോക്കൂ. നീലയും മഞ്ഞയും ചായങ്ങൾ 2:5 എന്ന അംശബന്ധത്തിൽ കലർത്തി പുതിയ നിറമുണ്ടാക്കി. നീല ചായത്തേക്കാൾ 6 ലിറ്റർ കൂടുതലാണ് മഞ്ഞച്ചായം. ഓരോന്നും എത്ര ലിറ്റർ ആണ്? നോക്ക്, 2 ചായങ്ങളാണ് ഇവിടെ കലർത്തിയത് അല്ലെ, നീലയും മഞ്ഞയും. 2:5 എന്ന അംശബന്ധത്തിലാണ് കലർത്തിയത്. അപ്പൊ നിങ്ങളൊന്ന് നോക്കിയേ, 2 സൂചിപ്പിക്കുന്ന നീലയെയും മഞ്ഞയെ സൂചിപ്പിക്കുന്ന 5 ആണല്ലോ. ഏതാണ് കൂടുതൽ എടുത്തിട്ടുള്ളത്? മഞ്ഞ ചായമാണ് കൂടുതൽ എടുത്തത് അല്ലേ? അപ്പോൾ അതായത് നീല ഇപ്പോൾ 2 സ്പൂൺ എടുക്കുമ്പോൾ മഞ്ഞ 5 സ്പൂൺ എടുത്തു എന്നുള്ളൊരു കണക്ക്. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെ മഞ്ഞയാണ് അളവിൽ കൂടുതലുള്ളത്. നീല ചായത്തേക്കാൾ എത്ര ലിറ്റർ കൂടുതലാണെന്ന് തന്നിട്ടുണ്ട്? 6 ലിറ്റർ കൂടുതലാണ് മഞ്ഞച്ചായ. ഇപ്പൊ ചെയ്ത കണക്കിന്റെ അതേപോലെ തന്നെ എക്സ് ഉപയോഗിച്ച് തന്നെയാണ് ചെയ്യുക, അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അങ്ങനെയാണെങ്കിൽ ഓരോന്ന് എത്ര ലിറ്റർ ആണ് നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. അതായത് നീലച്ചായത്തിന്റെയും മഞ്ഞച്ചായത്തിന്റെ അംശബന്ധം തന്നിട്ടുണ്ട് ഇല്ലേ? അപ്പൊ ഞാൻ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നു? നീലച്ചായത്തിന്റെ അളവിനെ എങ്ങനെ എടുക്കുന്നു? യഥാർത്ഥത്തിൽ എത്ര ലിറ്റർ ചേർത്തു എന്നുള്ളത്. നീലച്ചായത്തിന്റെ അളവ് എന്ന് പറയുന്നത് 2:5 എന്നല്ലേ? അതിന് 2x എന്ന് എടുക്കുന്നു. യഥാർത്ഥത്തിൽ കൂട്ടിയ നീലച്ചായത്തിന്റെ അളവിനെ 2x കൂട്ടിച്ചേർത്ത മഞ്ഞച്ചായത്തിന്റെ അളവിനെ 5x എന്നും ഞാൻ എടുക്കുന്നു. ഓക്കെ, അപ്പൊ നോക്ക്, ഇനി എത്ര നീലച്ചായത്തേക്കാൾ എത്ര കൂടുതലാണ് മഞ്ഞ എന്ന് തന്നിട്ടുണ്ട്? 6 കൂടുതലാണല്ലോ. അതായത് അവ തമ്മിലുള്ള വ്യത്യാസമാണ് നമുക്ക് എത്ര തന്നത്? 6 എന്ന് പറഞ്ഞ സംഖ്യയായി തന്നത്. 6 ലിറ്റർ വ്യത്യാസം എന്ന് വെച്ചാൽ, അപ്പൊ നോക്കിയേ, 5x കുറക്കണം 2x സമമാണ് എത്ര? 6 എന്ന് പറഞ്ഞാല് അല്ലേ? അപ്പോൾ 5x നിന്ന് 2x കുറച്ചാൽ എത്രയാ? 3x സമമാണ് 6. അങ്ങനെയാണെങ്കിൽ x സമം എന്ത് വരും? 3x എന്ന് ഈ 3 ഇപ്പുറത്തേക്ക് വരണമല്ലോ. 3 ഇവിടെ ഇരിക്കുന്നതിനകത്ത് ഇൻറ്റു 3 ആണല്ലോ. ഇത് ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ ബൈ 3 ആവുമല്ലോ. അപ്പം ഇൻറ്റു 3 ഇപ്പുറം എടുക്കുമ്പോൾ ബൈ 3 ആയി. 6/3 എത്രയാ? 2. അപ്പൊ x സമം 2 കിട്ടിയേ. ഇനി എന്ത് വേണം? നീലച്ചായത്തിന്റെ അളവും വേണം. നീലച്ചായത്തിന്റെ, ഞാൻ ഷോർട്ടായിട്ട് ചെയ്തുവാണേ, നീലച്ചായത്തിന്റെ അളവ് നമ്മൾ നേരത്തെ 2x എന്നല്ലേ എടുത്തത്. ആ 2x-നെ എക്സിന് പകരം നമുക്കിനി വില കൊടുക്കാലോ. എക്സിന് വില എത്രയാ കിട്ടിയത്? 2 ആണല്ലോ. അപ്പൊ 2 ഇൻറ്റു 2 എത്രയാണ്? 4 ലിറ്റർ. ഓക്കെ, അടുത്തത്. ഇനി മഞ്ഞച്ചായത്തിന്റെ അളവോ? മഞ്ഞച്ചായത്തിന്റെ അളവ് സമം എന്ത് വരും? 5x ആണല്ലോ. അപ്പോൾ എക്സിന് പകരം വില കൊടുത്ത 5 ഇൻറ്റു 2 എത്രയാ? 10 ലിറ്റർ. ഓക്കെ, അപ്പൊ യഥാർത്ഥത്തിൽ ചേർത്ത മഞ്ഞച്ചായം 10 ലിറ്ററും നീലച്ചായം 4 ലിറ്ററും. രണ്ടിന്റെ വ്യത്യാസം നിങ്ങൾ നോക്കിയേ. 10ന്റെ 4 കുറച്ചാൽ 6 അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞു മഞ്ഞച്ചായം 6 ലിറ്റർ കൂടുതലാണ് ചേർത്തത്. കറക്റ്റ് ആണല്ലോ ചെയ്ത് കിട്ടിയത്. അപ്പോൾ ഇതാണ് മൂന്നാമത്തേത്. ഇനി അടുത്ത കണക്കിലേക്ക് അടുക്കാം. നാലാമത്തെ പ്രവർത്തനം നോക്ക്. 4 മട്ടത്രികോണങ്ങൾ, എല്ലാറ്റിലും ലംബവശങ്ങളുടെ അംശബന്ധം 3:4 ആണ്. ഓരോ ത്രികോണത്തെ കുറിച്ചും മറ്റൊരു വിവരം കൂടെ ചുവടെ കൊടുക്കുന്നു. വശങ്ങളുടെ എല്ലാം നീളം കാണുക. നോക്കും, 4 മട്ടത്രികോണങ്ങളെ കുറിച്ചാണ് തന്നിട്ടുള്ളത്. അതിൽ എല്ലാറ്റിലും ലംബവശങ്ങളുടെ അംശബന്ധത്തിന് വ്യത്യാസമൊന്നുമില്ല, 3:4 തന്നെയാണ്. അതായത് ലംബവശങ്ങൾ എന്ന് വെച്ചാൽ ഏതാണ്? പാദവും ലംബവും. മട്ടത്രികോണത്തിന്റെ 3 വശങ്ങൾ ഏതൊക്കെയാണ് അത് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഒരു മട്ടത്രികോണത്തിന് ഉള്ള 3 വശങ്ങളിൽ നമുക്കറിയാം, അതിന്റെ ഏറ്റവും നീളം കൂടിയ വശത്തിനെയാണ് നമ്മൾ കർണം എന്ന് പറയുന്നത് അല്ലെ? ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറയും. അതിന്റെ ഈ വശത്തെ നമ്മൾ എന്ത് പറയും? അതിന്റെ ബേസ് അല്ലെങ്കിൽ അതിന്റെ പാദം എന്ന് പറയും. ഈ കാണുന്നതിനെ ഹൈറ്റ് അല്ലെങ്കിൽ ലംബം എന്ന് പറയും അല്ലെ? അപ്പോൾ ഇങ്ങനെയാണ് ഒരു മട്ടത്രികോണത്തിന് 3 വശങ്ങളുള്ളത്. എല്ലാത്തിലും വശങ്ങളുടെ, അതായത് ലംബ വശങ്ങൾ എന്ന് വെച്ചാൽ പാദവും ലംബവും തമ്മിലുള്ള അംശബന്ധം 3:4. അതിലൊരു വ്യത്യാസവും ഇല്ല. ഈ അളവുകൾ ചിലപ്പോൾ കൂടിയും കുറഞ്ഞും വരും. അപ്പോൾ പക്ഷേ അങ്ങനെയാണെങ്കിലും അംശബന്ധത്തിൽ വ്യത്യാസമില്ല എന്ന് തന്നിട്ടുണ്ട്.
ഓരോ ത്രികോണത്തെയും കുറിച്ച് ഓരോ വിവരങ്ങൾ. ഒന്നാമത്തെ ത്രികോണത്തെ കുറിച്ച് ഇവിടെ ഒരു കാര്യം തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വശങ്ങളുടെ നീളം കണക്കാക്കണം നമുക്ക്. നോക്കിയേ, ലംബവശങ്ങളുടെ നീളം തമ്മിലുള്ള വ്യത്യാസം 24 മീറ്റർ എന്നാണ് തന്നത്. അതായത് ഈ വശവും ഈ വശത്തിന്റെ നീളങ്ങൾ തമ്മിലെ വ്യത്യാസം 24 അപ്പൊ നമുക്ക് യഥാർത്ഥത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിന്റെ ലംബത്തിന്റെ ലംബം, ഇത് പാദം, ഇത് ലംബം, അങ്ങനെ എടുക്കുമ്പോൾ ലംബത്തിന്റെ നീളം നോക്കിയാൽ 3:1. ഇവിടെ ഞാൻ വരച്ചതിൽ കുറച്ച് നീളം കൂടുതൽ ഇതിനാണല്ലോ, ഇതിനെ 4x ആയിട്ട് എടുക്കുന്നു. ഇത് കുറച്ച് നീളം കുറവാണല്ലോ, ഇതിനെ 3x ആയിട്ട് എടുക്കുന്നു. അതായത് ലംബത്തെ ഞാൻ 4x ആയും എടുക്കുന്നു, പാദത്തെ 3x ആയിട്ടും എടുക്കുന്നു. ഇനി ഇവ തമ്മിലുള്ള വ്യത്യാസം നോക്കിയാട്ടെ, ലംബവശങ്ങളുടെ നീളം തമ്മിലുള്ള വ്യത്യാസം തന്നിട്ടുണ്ട്. എത്രയാണ്? 24. അതായത് 4x കുറക്കണം 3x സമമാണ് 24. ഓക്കെ, 4xന്റെ അകത്ത് 3x കുറച്ചാൽ നിങ്ങൾക്കറിയാം 1x അഥവാ x എന്ന് കിട്ടും. x സമം 24 എന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. x 24 ആയിട്ടുള്ളൂ. ഇനി നമുക്ക് ആരൊക്കെ വേണം? പാദവും വേണം, ലംബവും വേണ്ടേ? അപ്പൊ പാദം സമം എന്ത് വരും? 3x ആണ് പാദം. അപ്പം 3xലെ xന് പകരം ഞാൻ 24 എന്ന് കൊടുക്കുന്നു. xന് 24 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 3 × 24 എത്രയാ? 3 × 24 നമുക്കറിയാം 72 എന്ന് വരും അല്ലെ. 72 മീറ്റർ ആണ് ഏതെന്ന് പറയുന്നത്? പാദത്തിന്റെ നീളം. ഇനി അടുത്ത നോക്കൂ, ലംബത്തിന്റെ നീളം എന്ത് വരും? ലംബം സമം 4x ആണ് ലംബം. അപ്പം 4 ഗുണിക്കണം 24. 4 ഗുണിക്കണം 24 എത്രയാ? നമുക്കറിയാം 4 4 16, ബാക്കി 1 96 മീറ്റർ എന്ന് വരും അല്ലെ. അപ്പോൾ ഒന്നാമത് തന്ന കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ പാദവും ലംബവും കണക്കാക്കി അല്ലെ. ഇനി അടുത്തത് പാദവും ലംബവും കിട്ടി. ഇനി അടുത്തത് എന്താണ്? കർണം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. വശങ്ങളുടെ നീളം ഇവിടെ ഇത് തന്നിട്ടേ ഉള്ളൂ, നമുക്കത് വേണ്ട. പാദവും ലംബവും കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ഇനി കർണം വേണമെങ്കിൽ നമുക്ക് കർണം കണ്ടുപിടിക്കാം. പാദം സ്ക്വയർ കൂട്ടണം, ലംബ സ്ക്വയർ 72 സ്ക്വയർ കൂട്ടണം 96 സ്ക്വയർ എല്ലാം എടുത്ത് ചെയ്യണം. നമുക്കിവിടെ ലംബവശങ്ങളെ കാണേണ്ടതുള്ളൂ. ഇനി ഇതിൻ്റെ അകത്ത് കർണം കണ്ടുപിടിക്കാം അല്ലേ, അതാ നല്ലത്. നമ്മൾ അത് മാത്രം ബാക്കി വെക്കണ്ടല്ലോ, വശങ്ങളുടെ എല്ലാം പറഞ്ഞതുകൊണ്ട് കർണം കൂടി കാണാം. നമുക്കറിയാം കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. ഓക്കെ, അപ്പൊ സമം എന്താ വരിക? പാദം എന്ന് പറയുന്നത് 72 ആണ്. 72 സ്ക്വയർ പ്ലസ് ലംബം എന്ന് പറയുന്നത് 96 ആണ്. 96 സ്ക്വയർ എന്ന് വരും. ഇനി 72ന്റെ സ്ക്വയർ എത്രയാണ് വരുന്നത്? 72ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് ഗുണിച്ച് നോക്കാം. 72 × 72 എത്രയാ? 2 4 7 14 7 14 4 ബാക്കിയത് 7 49 1 50 വരും. അപ്പം 4 8 1 5 5184 പ്ലസ്. ഇനി 96ന്റെ സ്ക്വയർ എത്രയാ? 96 × 96 എത്ര വരുന്നത് നോക്കി? 6 6 36 6 ബാക്കി 3 9 6 54 3 57 വരും. ഇനി അടുത്തത് 54 ബാക്കി 5 9 9 81 81 5 86. അപ്പം 6 7 4 11 ബാക്കി 1 6 6 12 2 ബാക്കി 1 9 9216. ഞാൻ എന്ത് ചെയ്തത്? മാറിപ്പോണേ. ഇനി ഇത് കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരും നോക്കിയേ? 6 4 കൂടി കൂട്ടിയാൽ 10, പിന്നെ ബാക്കി 1, അത് ഇവിടെ കൂട്ടിയാൽ 2 2 8 10 0 ബാക്കി 1, ഇവിടെ 3 ഉണ്ടാകും. 3 1 4 9 5 14 144 2 0. അപ്പൊ നമുക്ക് എളുപ്പം കിട്ടും. കർണം സമം എന്ത് വരും? കർണം സമം, കർണം സ്ക്വയർ ആണ് ഈ സംഖ്യ. അപ്പൊ അതിന്റെ റൂട്ട് എടുത്താൽ മതിയല്ലോ. റൂട്ട് ഓഫ് 14400 വരും. 14400ന്റെ റൂട്ട് നമുക്ക് എളുപ്പം കാണാം. നമുക്കറിയാം 144ന്റെ റൂട്ട് എത്രയാ? 12 ആണ്. അപ്പോൾ 12 എടുത്തു, 2 പൂജ്യത്തിൻ്റെ അകത്ത് 1 0 എടുത്തു. അപ്പൊ കർണം എത്രയാണ് കിട്ടിയത്? 120. ഇത് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, ഒരു 20 വരെയുള്ള വർഗ്ഗങ്ങൾ ബൈഹാർട്ട് പഠിക്കുക. 144ന്റെ വർഗ്ഗമൂലം എത്രയാണ്? അത് 12 ആണ്. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ 12 എഴുതിയത്. 2 പൂജ്യത്തിൽ നിന്ന് 1 0 എടുത്തത്. അപ്പോൾ നമുക്ക് കർണത്തിന്റെ നീളം കിട്ടി 120, പാദം 72, ലംബം 96. ഓക്കെ, ഇതാണ് ഈ ചോദ്യത്തിലെ ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ.
ഇനി രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ കാണാൻ ഞാൻ ഇത് മായ്ക്കുവാണേ, ഈ ഭാഗങ്ങൾ ഇതിലെ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ നോക്കൂ. ഇവിടെ നമുക്ക് കർണത്തിന്റെ നീളമാണ് തന്നത്. നേരത്തെ പാദവും ലംബവും തമ്മിലെ വ്യത്യാസമാണ് തന്നിരുന്നെങ്കിൽ ഇവിടെ കർണം തന്നിട്ടുണ്ട്. നോക്കാം, കർണത്തിന്റെ നീളം തന്നെയാണ് തന്നത്, 24 മീറ്റർ. നിങ്ങൾക്കറിയാം കർണം സ്ക്വയർ എന്ന് പറയുന്നത് ഏതിന് തുല്യമാണ്? കർണത്തിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് പാദത്തിന്റെ സ്ക്വയറും ലംബത്തിന്റെ സ്ക്വയറിന്റെയും തുകയാണല്ലോ. പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ആണല്ലോ കർണം സ്ക്വയർ. അപ്പോൾ നേരത്തെ എടുത്തതുപോലെ തന്നെ പാദം സ്ക്വയർ എന്ന് പറയുന്നത്, ഇവിടെ പാദം എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, പാദം എന്ന് പറയുന്നത് 3x ലംബം എന്ന് പറയുന്നത് 4x. അതിൽ ഒന്നിനും വ്യത്യാസമില്ല. അപ്പം പാദം സ്ക്വയറിനെ നമുക്ക് എന്ത് എഴുതാം? 3x സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ലംബം സ്ക്വയറിനെ 4x ഹോൾ സ്ക്വയർ എന്ന് എഴുതാലോ. സമം കർണം സ്ക്വയർ എത്രയാണ്? 24 സ്ക്വയർ വരും. ഓക്കെ, അപ്പം 24 സ്ക്വയർ സമം 3x ഹോൾ സ്ക്വയർ എന്നുള്ള എന്താണ്? 3ന്റെ സ്ക്വയർ 9, എക്സിന്റെ സ്ക്വയർ x സ്ക്വയർ. അതിനെ നമുക്ക് 9x സ്ക്വയർ എന്ന് എഴുതാം. 4x ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാലോ 16x സ്ക്വയർ എന്ന് വരും ആണല്ലോ. ഇനി 9x സ്ക്വയറും 16x സ്ക്വയറും നമുക്ക് കൂട്ടാലോ. 9ഉം 16ഉം കൂടി കൂട്ടിയാൽ 25x സ്ക്വയർ എന്ന് വരും. അപ്പോൾ 24 സ്ക്വയർ സമം 25x സ്ക്വയർ എന്ന് കിട്ടി. അപ്പൊ നോക്ക്, ഇനി അടുത്തത് x സ്ക്വയർ സമം എന്തായിരിക്കും വരുന്നത് നോക്ക്. അതായത് 24 സ്ക്വയർ ഈ എക്സ് സ്ക്വയറിനെ മാത്രം ഞാൻ അവിടെ വെക്കുന്നു, ബാക്കി 25 ഇങ്ങോട്ടേക്ക് എടുക്കാലോ. അതായത് 25 ഇവിടെ വരും, ബാക്കി അവിടെ എക്സ് സ്ക്വയർ ഇൻറ്റു 25 ആയതുകൊണ്ട് ഇപ്പുറം വരുമ്പോൾ ബൈ ആകും. ഇവിടെ ഒരു എക്സ് സ്ക്വയർ മാത്രം ബാക്കി കിടക്കുന്നുണ്ട്. നോക്കൂ, എക്സ് സ്ക്വയർ സമം നമ്മൾ ഇവിടെ എഴുതി 24 സ്ക്വയർ ബൈ 25 എന്നല്ലേ. അതായത് ഇതിനെ ഞാൻ ഒന്ന് മാറ്റം വരുത്തുന്നു. 24 സ്ക്വയർ ബൈ 25ന് 5ന്റെ സ്ക്വയർ ആയിട്ട് എഴുതിക്കൂടെ അല്ലേ? 24 സ്ക്വയർ ബൈ 5 സ്ക്വയർ. അപ്പോൾ ഒന്നുകൂടി ഞാൻ മാറ്റുന്നു, എക്സ് സമം എന്ത് വരും? ഇതിനെ ഒന്നുകൂടി മാറ്റുമ്പോൾ 24 ബൈ 5 ഹോൾ സ്ക്വയർ എന്നാക്കി മാറ്റി. രണ്ടിനും സ്ക്വയർ ബാധകമാണല്ലോ. 25നെ 5ന്റെ സ്ക്വയർ ആക്കി എഴുതി. എന്നിട്ട് എന്ത് ചെയ്തു? 24 ബൈ 5 എന്നിട്ട് ഹോൾ സ്ക്വയർ കൊടുത്തു. എക്സ് സ്ക്വയർ സമം 24 ബൈ 5 ഹോൾ സ്ക്വയർ ആണെങ്കിൽ എക്സ് എന്ത് വരും? എക്സ് എന്ന് പറയുന്നത്, അതായത് എക്സിന്റെ സ്ക്വയർ ആണ് ഇതിന്റെ സ്ക്വയർ. അപ്പൊ എക്സ് എന്ന് പറഞ്ഞാൽ ആരാ? 24 ബൈ 5 ആണല്ലോ. 24 ബൈ 5. ഓക്കെ, എക്സിന്റെ വില നമുക്ക് ഇവിടെ കിട്ടി. എക്സ് കിട്ടിയാൽ മാത്രം മതിയോ? പോരാ. നമുക്ക് ആരൊക്കെ വേണം? പാദവും വേണം, ലംബവും വേണം. നമുക്ക് എക്സിന്റെ വില കൊടുക്കാം പാദത്തിന്. ഇത് വേണ്ട. പാദം സമം, പാദം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ എടുത്തത് 3x ആണല്ലോ. അപ്പൊ 3xൽ എക്സിന് പകരം വില കൊടുത്താൽ 3 ഇൻറ്റു എക്സ് എത്രയാണ്? 24 ബൈ 5 ആണല്ലോ. അപ്പൊ 24 ബൈ 5 എന്ന് കൊടുക്കുന്നു. അപ്പൊ 24 ബൈ 5 നമുക്ക് ഇവിടെ എത്ര വരുക? 3 ഇൻറ്റു 24 നമുക്കറിയാം 72 ബൈ 5 എന്ന് വരും. ഇവിടെ പാദം എന്ന് പറയുന്നത് 72 ബൈ 5 ആണ്. ഇനി അടുത്ത ലംബം എന്ന് പറയുന്നതോ, ലംബം സമം 4x ആണ്. അപ്പോൾ 4 ഇൻറ്റു 24 ബൈ 5 എന്ന് വരും അല്ലേ. അപ്പോൾ എത്ര വരുന്നത്? 4 ഇൻറ്റു 25, 4 ഇൻറ്റു 24 96 ബൈ 5 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് പാദവും ലംബവും വരിക. അപ്പോൾ കാരണം 24 എടുത്തപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ആൻസർ കിട്ടുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കണക്കിലേക്ക്. മൂന്നാമത്തെ നോക്കൂ, ചുറ്റളവ് നമുക്ക് തന്നിട്ടുണ്ട് 24 മീറ്റർ. ചുറ്റളവ് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 3 വശങ്ങളുടെയും നീളങ്ങളുടെ തുകയാണല്ലോ ചുറ്റളവ് എന്ന് പറയുന്നത്. അതായത് ഈ പാദത്തിന്റെ അളവ് 3x, ലംബത്തിന്റെ അളവ് 4x. കാരണം നമുക്ക് അറിയില്ല എത്രയാണെന്ന് അല്ലേ. അപ്പോൾ 3xും 4xും പിന്നെ ഈ വശത്തിന്റെ നീളം അതും കൂടി കൂട്ടിയിട്ടാണ് 24 മീറ്റർ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം കർണം കണ്ടുപിടിക്കാം. എന്നിട്ടല്ലേ നമുക്ക് അത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ചുറ്റളവ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. അതായത് കർണം സ്ക്വയർ സമം നമുക്കറിയാം. കർണം സ്ക്വയർ സമം എന്താണെന്ന് അറിയാം? പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ എന്ന് വരും അല്ലേ. അതായത് 3x ദ ഹോൾ സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ എന്ന് വെച്ചാൽ 4x ദ ഹോൾ സ്ക്വയർ എന്ന് വരും. 3xന്റെ സ്ക്വയർ എത്രയാ? 9x സ്ക്വയർ ആണ്. 4xൻ്റെതോ 16x സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ 9x സ്ക്വയറും 16x സ്ക്വയറും കൂടി കൂട്ടിയാലോ 25x സ്ക്വയർ എന്ന് വരും.
25x² ആണല്ലോ നമുക്ക് തന്നത്. ഇവിടെ കർണം സ്ക്വയർ ആണ് 25x², അല്ലേ? അപ്പൊ കർണം സമം എന്തായിരിക്കും വരിക? കർണം സമം സ്ക്വയർ റൂട്ട് ഓഫ് 25x² എന്ന് വരും, അല്ലേ? അതായത് ഇതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ 25ന്റെ റൂട്ട് നമുക്കറിയാം 5 ആണ്, x²ൻ്റെത് x എന്ന് വരും. അപ്പൊ കർണം സമം 5x എന്ന് കിട്ടി. അപ്പം പാദം 3x, ലംബം 4x, കർണം 5x എന്ന് വന്നു. ഇനി നമുക്ക് തന്നെ എന്താ? ഇവിടെ ചുറ്റളവ് 24 തന്നിട്ടുണ്ട്. അതായത് ചുറ്റളവ് 24 എന്ന് പറഞ്ഞതിനർത്ഥം, ചുറ്റളവ് 24 എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടി കൂട്ടിയിട്ടല്ലേ 24 വരുന്നത്. അതായത് 3x + 4x + 5x സമമാണ് 24. ഇവ എല്ലാം കൂടി കൂട്ടിയാലോ? 3x 4x 5x കൂടി കൂട്ടിയാൽ 3 4 7 7 5 12x സമമാണ് 24. അപ്പൊ x സമം എന്താ വരിക? 12ന്റെ അപ്പുറം കൊണ്ട് പോകും, ബൈ 12 ആവുമല്ലോ. 24/12 എത്രയാ? 24/12 സമം 2. x 2 ആണല്ലോ. ഇനി നമുക്ക് ഓരോരുത്തരെയും കണ്ടുപിടിക്കാലോ. അതായത് പാദം സമം, പാദം എന്ന് പറയുന്നത് 3x ആണ്. അപ്പൊ 3 × 2 3 2 6. ലംബം എന്ന് പറയുന്നതോ 4x ആണ്. അപ്പൊ 4 × 2 സമം 8. ഇനി കർണം എന്ന് പറയുന്നതോ 5x എന്ന് വെച്ചാൽ 5 × 2 സമം 10. അപ്പൊ കാര്യം നമുക്ക് എല്ലാ വശങ്ങളുടെയും നീളം കിട്ടി. ഇതാണ് മൂന്നാമത്തെ ചോദ്യം. ഇനി അടുത്തത് നമുക്ക് നാലാമത്തേത് കൂടി പെട്ടെന്ന് തീർക്കണം. ഓക്കെ, അടുത്ത സബ് ക്വസ്റ്റ്യൻ നോക്കൂ. പരപ്പളവ് തന്നിട്ടുണ്ട് 24 cm² തന്നിട്ടുണ്ട്. അപ്പോൾ നോക്ക്, ഇവിടെ 3x, ഇവിടെ 4x, പിന്നെ മറ്റേത് 5x തന്നെ ആയിരിക്കും. ഇനി നോക്ക്, പരപ്പളവ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഏതൊരു മട്ടത്രികോണത്തിന്റെ പരപ്പളവ് കാണാനുള്ള സൂത്രവാക്യം എന്താണ്? അര ഇൻറ്റു പാദം ഇൻറ്റു ലംബം, അല്ലെ? ഹാഫ് BH ആണല്ലോ. ഹാഫ് ഇൻറ്റു B ബേസ് ആണ്. H എന്ന് പറയുന്നത് അതിന്റെ ഹൈപ്പോട്ടന്യൂസ് എടുക്കാൻ പാടില്ല. എന്താണത്? അതിന്റെ ഹൈറ്റിനെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്ക്, ഇതിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് നമുക്കറിയാം 24 ആണ് തന്നിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞതിന്റെ അർത്ഥം ഹാഫ് ഇൻറ്റു പാദം ഇൻറ്റു ലംബം സമം ആണ് എത്ര? 24 എന്ന് പറയുന്നത്. അപ്പൊ ഹാഫ് ഇൻറ്റു പാദം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3x ആണ്, ലംബം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 4x ആണ്. ഇവ തമ്മിൽ ഗുണിച്ചപ്പോഴാണ് 24 തന്നിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കും, ഇവിടെ ഗുണിച്ചു നോക്കാം. ഗുണിക്കുന്നതിന് മുന്നേ ഞാൻ എന്ത് ചെയ്യുന്നു? ഈ 2നെ ഈ 4 കൊണ്ട് ഞാൻ വെട്ടിച്ചുരുക്കുന്നത്. 4ൽ 2 എത്ര തവണ പോകും? 2 പോകും, 2 തവണ, അല്ലേ? അപ്പൊ 3x ഗുണിക്കണം 2x എന്ന് വരുമല്ലോ. എങ്ങനെയാ ഗുണിക്കുന്നത്? 3ഉം 2ഉം തമ്മിൽ ആദ്യം ഗുണിക്കുക. 3 2 6. x ഉം തമ്മിൽ ഗുണിച്ചാൽ x², അല്ലേ? 1 × 3x 3x, 3x × 2x 6x² വരും. 6x² സമം 24 നല്ലേ വരുന്നത്. ഇനി x² എന്താ വരിക നോക്കിയേ. ഈ ഇൻറ്റു 6നെ സമത്തിന് ഇപ്പുറം കൊണ്ട് പോകുമ്പോൾ എന്താ ആകുക? /6 അല്ലേ ആവുക. 24/6 എത്രയാ? 4. 6 4 24 അല്ലേ? x² 4 ആണെങ്കിൽ x സമം എന്തായിരിക്കും വരിക? x സമം 4 ആണെങ്കിൽ x സമം √4 എത്രയാണ്? 2. അപ്പൊ എക്സിന്റെ വില നമുക്ക് കിട്ടി 2 എന്ന്, അല്ലേ? x 2 ആണെങ്കിൽ ഇനി ബാക്കിയുള്ളത് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. വശങ്ങളുടെ നീളം എന്തായിരിക്കും വരിക? അതായത് പാദം സമം, പാദത്തിനൊരു മാറ്റമില്ല, എപ്പോഴും 3x തന്നെയാണ്. 3 × x എന്ന് പറഞ്ഞാൽ 2 കിട്ടിയത്. 3 2 6, അല്ലെ? x 2 ആണല്ലോ. ഇപ്പൊ x-ന് 2 എന്ന് കൊടുത്താൽ 3 × 2 6 എന്ന് വരും. ഇനി ലംബം സമം, ലംബം എത്രയാ? 4x ആണല്ലോ. അപ്പൊ 4 ഗുണിക്കണം 2 എത്രയാ വരുന്നത്? 8. ഇനി കർണം സമം എത്രയാണ്? കർണം എന്ന് പറയുന്നത് 5x എന്ന് വെച്ചാൽ 5 × 2 എത്രയാണ്? 5 × 2 10. അങ്ങനെ നമുക്ക് ഇവിടെയും എല്ലാ വശങ്ങളും കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിട്ടുള്ള നാലാമത്തെ ചോദ്യം. അപ്പം ഇതോടുകൂടി നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ 138 139 പേജിലത്തെ പ്രവർത്തനങ്ങൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ പ്രവർത്തനങ്ങൾ നിങ്ങൾ റിപ്പീറ്റ് അടിച്ച് ദയവ് ചെയ്ത് കാണുക. ആദ്യം കണ്ടതിന് ശേഷം കണ്ടപ്പാട് തന്നെ നിങ്ങൾക്കത് മനസ്സിലാവണമെന്നില്ല. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കാണുക. എല്ലാം ഏകദേശം ഒരേ മെത്തേഡ് തന്നെയാണ്, അതിൻ്റെ അകത്ത് ഒരു വ്യത്യാസവും ഇല്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്നുകൂടി കണ്ടു നോക്കുക. ക്ലാസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് തീർച്ചയായിട്ടും അതിൽ രേഖപ്പെടുത്തണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെയോടെ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുവാണ്. ഇനി വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.